ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ദുസാർ ടാലിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ? കുറേ ആയല്ലോ ഞാനിത് ചോദിച്ചിട്ടല്ലേ. എന്തൊക്കെയാണ് വിശേഷം പറയൂ. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ഞങ്ങളുടെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ബാക്കി വെള്ളം മാവിന് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ പോവാമല്ലേ. അല്ല എന്താ നനച്ചാൽ പിന്നെ നനച്ചു കൊടുക്കണം. ഓസടിക്കല്ലേ അപ്പാകട്ടെ. എന്ത് 10 മണിയോ? ആ ചീരി കൂടി കാണിച്ചു കൊടുത്തോളൂ. അപ്പം ഫൈന് എന്താ ചെയ്യുക? ഫൈന് അപ്പം പോകുമ്പോൾ അപ്പം അടച്ചാൽ മതിയാവോ? തുടക്കത്തിൽ തന്നെ ക്യാമറാമാൻ മനു ആയിരുന്നു കേട്ടോ. അപ്പോൾ അവനും ഞാനും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ചീരയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 10 മണിമുല്ലയൊക്കെ ഇപ്പോൾ ഒന്ന് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇന്നലെ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കൂടി ഇനിയിപ്പോൾ നനച്ച് കൊടുക്കുക, അതിൻ്റെ ഒരു കുറവുകൊണ്ട് ഉണ്ടാവാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വരാണ്ടിരുന്നത്. എന്നാലും കുറേ പേര് ചോദിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്താണ് വീഡിയോ കാണാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസിൽ അധികം വിശേഷങ്ങളും കാര്യങ്ങളും കണ്ടൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അതൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ എനിക്കധികം വീഡിയോസൊന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. 2-3 ദിവസത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. 6-6.5 മിനിറ്റുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ദിവസം വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതേ കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ നനച്ച ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ കാണിക്കുന്നത്. ഇത് പിന്നെ അതേ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തുടങ്ങാലോ എന്ന് വിചാരിച്ച് എടുത്തതായിരുന്നു കേട്ടോ. രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പച്ചരിയുടെ ഉപ്പുമാവ് കുക്കറിൽ വെച്ചു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വെള്ളക്കടല മസാലക്കടല എന്നൊക്കെ പറയുന്ന ഒരു കടല, അത് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഉപ്പുമാവിൻ്റെ കൂടെ. പിന്നെ അതേ ഞാൻ ജാറൊക്കെ ഒന്ന് ഉണങ്ങിയ സമയത്ത് ഉണങ്ങിയ ജാറുകളൊക്കെ ഒന്ന് ബക്കറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജാറാണെങ്കിലും ഉണങ്ങി കഴിഞ്ഞാൽ വേഗം ബക്കറ്റിലേക്കാണ് വെക്കുന്നത്. പിന്നെ അതേ ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല, സാധാരണ വെക്കുന്ന പോലെയൊക്കെ തന്നെ അങ്ങനെ വെച്ചെടുത്തിട്ടാണ് ഉള്ളത് കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു 11 മണി 11:30 ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലുള്ള വീഡിയോസാണ് കേട്ടോ ഈ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിൽ അപ്പൂസൊക്കെ നല്ല കളിയിലാണ്. മനുവിന് എക്സാമിൻ്റെ ടൈമാണ് കേട്ടോ. ഞാനിതിന് വോയിസ് കൊടുത്ത ആ ഒരു ടൈമിൽ എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടിയിട്ടുണ്ട്. വീഡിയോ എടുത്ത സമയത്ത് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് 12:15 ആകുന്ന ആ ഒരു ടൈമിൽ തന്നെ അവൻ വീട്ടിലെത്താറുണ്ട്.
എക്സാം തുടങ്ങിയ അന്ന് തൊട്ട് ഇതുവരെ എക്സാം തന്നെയായിരുന്നു കേട്ടോ. ചില സ്ഥലത്ത് കുറേ ദിവസം ഇടവിട്ടിട്ടല്ലേ ഓരോ എക്സാം നടത്തുന്നത്. ഇവിടെ അങ്ങനെയല്ല, തുടങ്ങിയ അന്ന് തൊട്ട് കഴിയുന്നത് വരെ എന്നും എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു രീതിയിലാണ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് സ്കൂൾ അടയ്ക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനത്തെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ ആദ്യം തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കിയതിന് ശേഷമാണ് പിന്നെ അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൂസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. പിന്നെ പഴയ വീഡിയോസിന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൂസിന് അന്ന് വയ്യാതെ ആയതിന് ശേഷം വീണ്ടും വയ്യാതെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറി കേട്ടോ. ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് അപ്പൂസിൻ്റെ മെയിൻ പണിയാണ് കേട്ടോ. ഈ 2 പാവക്കുട്ടികൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, കളിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ പണി കേട്ടോ. അപ്പോഴേക്ക് ഇതേ നമ്മളെ ചിക്കൻ കറി ഇതേവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവട്ടെ കേട്ടോ. പിന്നെ ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഉണ്ടാക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നേരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക്